അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 ബുധനാഴ്ച. തമിഴ്നാട് നിയമസഭയിൽ വിജയ് സർക്കാർ 144 MLA-മാരുടെ പിന്തുണയുമായി വിശ്വാസ വോട്ട് നേടി. AIADMKയിലെ 25 വിമത MLA-മാർ പിന്തുണച്ചതോടെ ആ പാർട്ടി പിളർന്ന നിലയിലായി. AIADMKയിലെ EPS പക്ഷത്തെ 22 പേർ മാത്രമാണ് അവിശ്വാസ പ്രമേയത്തെ എതിർത്തത്. DMK അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 5 MLA-മാർ വിട്ടുനിന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 117-ന് പകരം 119 പേരുടെ പിന്തുണയുമായാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ SSLC ഫലപ്രഖ്യാപനം അനിശ്ചിതത്വത്തിൽ. വെള്ളിയാഴ്ച ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഫലം പ്രസിദ്ധീകരിക്കുന്നത് വൈകിയാൽ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കും. CBSE +2 ഫലം പ്രഖ്യാപിച്ചു. 75.20% വിജയശതമാനം. തിരുവനന്തപുരമാണ് മേഖലയിൽ 1-ാം സ്ഥാനത്ത്. കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ നോട്ടീസുകളും പോസ്റ്ററുകളും. KC ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ലെന്നാണ് ഇംഗ്ലീഷിലുള്ള നോട്ടീസിലുള്ളത്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃയോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പ്രഖ്യാപനം വൈകുന്നത് ശരിയല്ലല്ലോ, റെസ്പോൺസിബിൾ മാറ്ററല്ലേ, ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പരിഹാസവുമായി BJP. ബൈനോക്കുലറിലൂടെ നോക്കിയിട്ടും മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ലെന്നും 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സൂചനയെന്നും BJP വക്താവ് ഷഹസാദ് പരിഹസിച്ചു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MPക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ. പെരുമ്പാവൂരിലെ സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോഴാണ് ബെന്നി ബെഹനാനോട് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രവർത്തകരെത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇനി വന്ന UDFന് വോട്ട് ചെയ്യാത്ത നമ്മളെയും ഡൽഹിക്ക് വിളിപ്പിക്കുമോ എന്ന് പരിഹസിച്ച് CPM നേതാവ് MM മണി. സാമൂഹ്യ മാധ്യമത്തിലുള്ള പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ VD സതീശൻ യോഗ്യനാണെന്നും തീരുമാനം വൈകുന്നത് ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. UDFന്റെ വിജയം വിസ്മയമല്ലെന്നും ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൊച്ചിയെയും ലക്ഷദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയം. രാവിലെ 10:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 12:05 അഗത്തിയിൽ ലാൻഡ് ചെയ്തു. 8 യാത്രക്കാരെ വഹിച്ചുകൊണ്ടായിരുന്നു പരീക്ഷണ പറക്കൽ. ആലുവയിലെ ശുദ്ധീകരണ പ്ലാന്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കൊച്ചി നഗരത്തിലും വിവിധ പരിസര പ്രദേശങ്ങളിലും ഇന്ന് ശുദ്ധജല വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊച്ചി കോർപ്പറേഷനിലും ആലുവ, ഏലൂർ, കളമശ്ശേരി നഗരസഭകളിലും ജില്ലയിലെ 6 പഞ്ചായത്തുകളിലും വെള്ളമെത്തിയില്ല. എറണാകുളം സൌത്ത് റെയിൽവേ പാർക്കിംഗിൽ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടി GCDയുടെ കൊള്ള. ഒരു ദിവസത്തേക്ക് ബൈക്കിന് 30 രൂപയുണ്ടായിരുന്നത് 120 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കാർ പാർക്കിംഗിന് ഒരു ദിവസത്തേക്കുള്ള ഫീസ് 480 രൂപയാക്കി. സർക്കാരിന്റെ പുതിയ ബ്രാൻഡി മിന്നൽ മാജിക് ഈ മാസം അവസാനം വിപണിയിലെത്തും. 1/2 ലിറ്റർ കുപ്പിക്ക് 400 രൂപയാണ് വില. 9000 കേസ് മദ്യമാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുക. സംസ്ഥാനത്ത് നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലെ 2 ജില്ലകളിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ.
ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200ഓളം വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയിരുന്നു. നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ 10 ലക്ഷം രൂപ നൽകിയാണ് രാജസ്ഥാനിൽ അറസ്റ്റിലായ ശുഭം ഗൈർനാർ വാങ്ങിയത്. കൊറിയർ സർവീസ് വഴിയായിരുന്നു ഇടപാടുകൾ. ശുഭത്തിന്റെ കൂട്ടാളി ധനഞ്ജയെ അന്വേഷണ സംഘം തെരയുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ രാജ്യവ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ സംഘടനയായ ഫെയ്മയാണ് ഹർജി നൽകിയത്. തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കാനും അനാവശ്യമായ വിദേശയാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നേരത്തെ ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായാണ് ഈ നീക്കം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. NR കോൺഗ്രസ് BJP സഖ്യത്തിന്റെ 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ച ഉത്തരവ് പിൻവലിച്ചു. നിയമനം വിവാദമായതോടെയാണ് നടപടി. നിയമനത്തിനെതിരെയുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ പതിവ് പരിശോധനകൾക്കായി ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിമാന ഇന്ധനവില വർധന മൂലം എയർ ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. പ്രതിദിനം 100 വിമാന സർവീസുകൾ 3 മാസത്തേക്ക് കുറയ്ക്കാനാണ് തീരുമാനം. ഡൽഹിയിൽ നിന്ന് ചിക്കാഗോ, സിംഗപ്പൂർ, ഷാങ്ഹായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കി. സാൻ ഫ്രാൻസിസ്കോ, പാരീസ്, ടൊറന്റോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ കുറയ്ക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 6ൽ നിന്ന് 15ആയി വർദ്ധിപ്പിച്ചതിനെതിരെ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്ത്. ഇതുമൂലം കള്ളക്കടത്ത് വർദ്ധിക്കുമെന്ന് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. നേരത്തെ 15% ഇറക്കുമതി ചുങ്കമായിരുന്നപ്പോൾ 1000 ടൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. 6% 800 ടണ്ണായി ഇറക്കുമതി കുറഞ്ഞെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ, പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്നിവർ പറഞ്ഞു. DMK നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല. ഉദയനിധിക്ക് സനാതനം എന്തെന്ന് അറിയില്ലെന്നും സനാതനധർമ്മം രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഹൊസബല്ല പറഞ്ഞു. സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവിന്റെ ഇളയ മകനും SP അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ അർദ്ധ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. BJP നേതാവ് അപർണ യാദവാണ് ഭാര്യ. പശ്ചിമബംഗാളിൽ BJP സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പഴയ ക്രിമിനൽ കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ നടന്ന ക്രിമിനൽ കേസുകളിലും അന്വേഷണം ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെയ്ജിംഗിലെത്തി. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ചൈനയിലേക്ക് പുറപ്പെടും മുൻപ് ട്രംപ് പ്രതികരിച്ചു. 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളകളിൽ ഒന്നായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തവണ 6 ഇന്ത്യൻ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ, ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദ ബോയ് എന്നീ സിനിമകളും ഇത്തവണ കാനിൽ പ്രദർശിപ്പിക്കും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പർദിസ് മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ 9ഓളം ചെറിയ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തി. 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഇതിൽ ഏറ്റവും ശക്തമായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.